ഇതിലാണ്. ഈ മെമ്മറി കാർഡ് മാത്രം കിട്ടിയുള്ളൂ, ഫോൺ കിട്ടിയില്ല? അതെ സാർ, ഈ ഫോണിലായിരുന്നു മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത്. താനിരിക്കും. ആ ഫോൺ ഓൺ ആവുണ്ടായില്ല. അപ്പോൾ ഞാൻ ആ മെമ്മറി കാർഡ് എടുത്ത് എൻ്റെ ഫോണിലിട്ടു. അപ്പോഴാണ് ഞാനിത് കണ്ടത്. എടോ, ഈ മെമ്മറി കാർഡേ നമ്മുടെ ഫോണിൽ തൊട്ടേ. ഇയാളുടെ പേരെന്താ? വർഷ. വർഷ. കിട്ടത് താനാ എക്സി വർഗീസിനെ വിളിച്ചേ. താന് വീഡിയോ ഒന്ന് കണ്ടോക്കിയേ. എന്നിട്ട് ഇതാരെന്ന് മനസ്സിലായില്ലേ നിനക്ക്? നീ ആ വീഡിയോയിൽ കണ്ട ആള് തന്നെയാണല്ലേ? നിനക്ക് ഈ ഫോണും മെമ്മറി കാർഡും എവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞ? നീ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇടിഞ്ഞു കിടക്കണ വീടില്ലേ, അവിടെ നിന്ന് കിട്ടിയതാ. നീ ഈ സ്ഥലത്ത് എന്തിനാ നേരത്തെ നീ പോയത്? സാർ, എന്താ സാർ ഇത് എന്നെ കുറ്റവാളിയാക്കുന്ന പോലെ? നീ എന്തിനാടി ആരില്ലാത്ത വീട്ടിലേക്ക് നേരത്തെ ഒറ്റയ്ക്ക് പോയത്? നീ എന്താ മറക്കണ്ടല്ല? എന്താ സാർ ഇത്? ഞാൻ എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ എളുപ്പത്തിന് കിടക്കാൻ വേണ്ടിയിട്ട് അതിലേ പോയതാ. അവിടെ നിന്നാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്. മറ്റേതെങ്കിലും ഡിവൈസുകളിലേക്ക് ഇത് കോപ്പി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ താൻ രക്ഷപ്പെട്ടല്ല. ഇവിടെ ആ മുറിലിരിക്കരുത്. നീ ഇവിടുന്ന് പോയരുത്, ഇവിടെ ഉണ്ടാവണം. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു പോലീസുകാരന് ഒരു കേസിൽ പെട്ടാല് അതിന്റെ പ്രശ്നം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തം നാണക്കേടാ. അതുകൊണ്ട് ഇപ്പൊ ഈ കണ്ട വീഡിയോയിലെ കാര്യങ്ങളും ഈ മെമ്മറി കാർഡും ഫോണും എല്ലാം ഇവിടെ മറന്നേക്കാം. ഇതിന്റെ പിന്നാലെ ഇനി നടന്നാല് കേട്ടേ ഇവിടെ വിട്ടുപോയത്. അവിടെ അതെ ചായ പറയാ. എന്ത് പരിപാടി കാണിച്ചേ? ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് മൊത്തം നാണം കെട്ടന്നെ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ അങ്ങോട്ട് തീർക്കണ്ടേത്. സോറി സാറേ, ഒരു അബദ്ധം പറ്റിയതാ. ഇതിപ്പോ മൊബൈലും മെമ്മറി കാർഡ് എൻ്റെ കയ്യിലെത്തിയോണ്ട് താൻ രക്ഷപ്പെട്ടു. അല്ല, എന്താ സംഭവം ഇത്? സാറേ, കുറച്ചു കാലം മുമ്പ് ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്ന സമയത്ത് കുറച്ച് കാശ് അങ്ങനെ കിട്ടിയ പൈസയൊക്കെ പാടി ഞാനും ഫ്രാൻസിസും കൂടി ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് തുടങ്ങി. അത് ബെസ്റ്റ് ടൈമായിരുന്നു. ഓരോന്നും ഞങ്ങൾ വിറ്റുപോയത് 10-20 ഇരട്ടിക്കായിരുന്നു. അങ്ങനെ കോടികൾ കയ്യിൽ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളായി. ഈ ഫണ്ട് കുറേ വന്നപ്പോൾ അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ആളെ അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ വന്നു? എല്ലാം റെക്കോർഡ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവന്. എന്നെ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി അവൻ ഒളി ക്യാമറ വെച്ചതാണ്. അവൻ്റെ ഫോണാണ് അത്. ഞാൻ ആ വീട് മൊത്തം സെർച്ച് ചെയ്തു സാറേ, ഒന്നും അവിടെ കണ്ടില്ല. പിന്നെ
ചിലപ്പോൾ ഈ കാറ്റും മഴ ഉണ്ടായില്ലേ, ഒരു 2 ദിവസം തുടർച്ചയായിട്ട് മഴയൊക്കെ ഉണ്ടായപ്പോൾ വീട് തകർന്നു വീണാണ്. അപ്പം ഞാൻ താഴ്ത്തി വീണ് കിട്ടി തോന്നി, അതിൽ മുകളിൽ ഒളിപ്പിച്ച് വെച്ച ക്യാമറ. അപ്പൊ താനാണ് ഫ്രാൻസിസിനെ കൊന്നതല്ലേ? അതെ സാറേ, ഞാനാണ് അവനെ കൊന്നത്. സാറിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. പ്ലീസ് എന്നെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം. തനിക്കപ്പോൾ എല്ലാം ഒരു ലോട്ടറി ആയിരുന്നു. താൻ ഒരു കാര്യം ചെയ്യ്, ആളെ വിളിക്ക്. ഡേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഓർമ്മ വേണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്, മനസ്സിലായോ? ഏയ്, ഇവളെയൊക്കെ ഒന്ന് പേടിപ്പിച്ചു വിട്ടില്ലെങ്കിൽ ശരിയാവില്ല. എടി, ഞങ്ങള് പോലീസുകാരെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അതെങ്ങനെയാ വർഗീസ് സാറേ നമ്മളെല്ലാവരും ഒന്നാവണേ? സാറേ, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട്, അവന് നീതി ലഭിക്കുമെന്ന്. സാറേ ഞാൻ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുത്തൻ തെറ്റ് ചെയ്താ അവനെ ശിക്ഷിക്കാതിരുന്നാലാണ് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട്, അല്ലാതെ അവന്റെ ആ തെറ്റിന് കൂടെ നിന്നാലല്ല. കേട്ടോ വർഗീസ് സാറേ, സാറിൻ്റെ കുമ്പസാരം മുഴുവൻ ഞാൻ SI സാർ പറഞ്ഞിട്ടതേ എടുത്തു വെച്ചിട്ടുണ്ട്. താൻ ഇനി ബാക്കിയുള്ള ജീവിതം മൊത്തം ജയിലിലേക്ക് കിട്ടോ. താൻ കൊണ്ടുവന്ന മെമ്മറി കാർഡിലെ വീഡിയോയിൽ ശബ്ദം ക്ലിയർ അല്ലായിരുന്നു. ഇവർ കൊല്ലുന്ന ഒരു സീൻ ഉണ്ടെങ്കിലും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ അത് അയാളുടെ വായിന്ന് തന്നെ വീഴ്ത്താൻ വേണ്ടി കാണിച്ചൊരു നാടകമാണ്. അതിൽ എന്തെങ്കിലും തരത്തിൽ തനിക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സോറി. അതുപോലെ താൻ ചെയ്ത് വലിയൊരു കാര്യമാണ്, ഒരു പൗരൻ്റെ കടമ. താങ്ക് യു. വാ.